ഹായ് ഗൈസ്, ഐ ആം ബാക്ക്. എല്ലാ മക്കളെ, പുതിയ കൊല്ലെല്ലാം ആയില്ലേ? എല്ലാവർക്കും സുഖല്ലേ? ആ പൊരക്കിരിക്കുന്നോ വിചാരിക്കുന്നുണ്ടാവും ഈ കൊല്ലെങ്കിൽ ഈ നന്നാവണം. ആ വിചാരേ ഉണ്ടാവുള്ളൂ. നീയും ഞാനും ഇനി എത്ര കൊല്ലം കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നന്നാവാൻ പോകുന്നില്ല. ഒരു മനസുഖത്തിന് ന്യൂ ഇയറിന്റെ തലേ ദിവസം അല്ലെങ്കിൽ പുതിയ കൊല്ലം ആയ ദിവസം ഒന്ന് മനസ്സിൽ വിചാരിക്കും, ഈ കൊല്ലെങ്കിലും ഒന്ന് നന്നാവണം. കഴിഞ്ഞ കൊല്ലത്തെക്കാളും മൂഞ്ച ദിവസങ്ങളാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓരോ കൊല്ലം കഴിയുന്നേരം മൂഞ്ച ദിവസത്തിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ജീവിതത്തിലും. പക്ഷെ എനിക്ക് ഒന്ന് പറയാനുണ്ട്, തളരരുത് രാമൻകുട്ടി, തളരരുത്. വലിയ മോട്ടിവേഷൻ ആയിട്ടൊന്നും എനിക്കൊന്നും പറയാനൊന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, ഒരുപാട് കൊല്ലം ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിലും എല്ലാ കൊല്ലങ്ങൾ മൂഞ്ചിക്കുത്തി ഇരിക്കുന്നതാണെങ്കിലും ഏതേലും ഒരു കൊല്ലം അത് നിങ്ങൾക്ക് ഉള്ളതായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ചിലപ്പോ ഈ കൊല്ലായിരിക്കും, ചിലപ്പോ ഈ കൊല്ലം ആയിരിക്കൂല, അടുത്ത കൊല്ലായിരിക്കും, ചിലപ്പോ അടുത്ത കൊല്ലം ആയിരിക്കൂല, അതിന്റെ അപ്പുറത്തെ കൊല്ലായിരിക്കും. അതിന്റെ മുമ്പ് നിങ്ങൾ ചത്തു പോകേണ്ടിരുന്നാ മതി. പക്ഷെ ഒരു കൊല്ലം, ആ കൊല്ലം നിങ്ങൾക്ക് ഉള്ളതായിരിക്കും. എന്തായാലും എല്ലാം ഒന്ന് ശ്രമിച്ചു നോക്ക്, ചിലപ്പോ നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടും. ചൊറിയും കുത്തിയിരിക്കുന്നവനോട് എനിക്കൊന്നും പറയില്ല. നിങ്ങൾ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം മൂഞ്ച പോലെ തന്നെ പോവും. ഓക്കെ, കഴിഞ്ഞ കൊല്ലം എങ്ങനെയാണോ മൂഞ്ചി അതിനേക്കാട്ട അവസ്ഥയിൽ ഈ കൊല്ലം മൂഞ്ചി പോകും. അത് പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തായാലും കൊല്ലത്തിന്റെ തുടക്കം തന്നെ നമുക്ക് മൂഞ്ചിപ്പോയ റീൽസ് കാണാം. ഈ മസിലൊക്കെ വന്നുകൊണ്ട് പുറമൊന്നും ചൊറിയാൻ പറ്റുന്നില്ല. നമുക്കൊരു മംഗളത്തിന് വേണ്ടേ അങ്ങനെ KSRTC നോക്കുമ്പോഴത്തേക്ക് പാട്ട് വെച്ചിട്ട് അതിന് നാളെ കയറിയത് KSRTC നിമിഷം ചിന്തിച്ചോ. ബട്ട് ഡ്രൈവർ മാത്രം കേൾക്കാൻ വെച്ചെന്തോ അങ്ങനെ മംഗളത്തിന് പേർക്കെത്തി. ആദ്യം പിന്നെ ജ്യൂസും കുടിച്ചിട്ട് പുതുതായിട്ട് നോക്കി എന്നിട്ടുള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് ബൈക്കുന്നത് തിരക്കേയില്ല. പിന്നെ വ്ളോഗ് ഇടണം എന്ന് പറഞ്ഞു കൊടുത്തിനാരോ, എങ്ങനെ ഇടണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. വോയിസ് ഓവർ കൊടുക്കണം എന്ന് പറഞ്ഞേക്ക്. അതിന് 2x വോയിസ് ഓവർ കൊടുക്കണ്ടേന്ന് ആരോ പറഞ്ഞു കൊടുത്തിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്ത് പോക്കാ പോകുന്നത് ഇത്? പോക്കങ്ങ് പോകുന്നുണ്ട് ഈ സാധനം. സെയിം ടീഷർട്ടിൽ 2025 ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സെയിം ടീഷർട്ടാണ്, ബട്ട് സംതിങ് ഇസ് ഡിഫറെന്റ്. എഡിറ്റർ, സോങ് പ്ലീസ്. നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. പിന്നെ നമുക്ക് എപ്പോഴുള്ള ബുദ്ധിയാണ് ബൈക്കിനകത്ത് തിരക്കിലാണെങ്കിൽ പേശിലായിട്ട് പുതിയതായിട്ട് നോക്കുന്നത്. ബൈക്കിനകത്ത് തിരക്കുണ്ടെങ്കിൽ പുതിയതായിട്ട് നോക്കി പിന്നെ ബൈക്കുന്നത്. ഇങ്ങനത്തെ ബുദ്ധി നിങ്ങൾക്ക് ആർക്കും കൊണ്ട് ഓൾറെഡി സ്പീഡ് കൊണ്ട് ഇതെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഇടയ്ക്ക് വേറെ ഭാഷ ഏത് നാട്ടിറ്റാന്ന് കൂടി എനിക്ക് മനസ്സിലാവുന്നില്ല. കോഴിക്കോടാണാ, കൊയിലാണ്ടിയാണാ, ഇവിടുത്തെ ഭാഷ ഇത് ഇന്ന് നെയ് പറയുന്നത്. കമന്റ് ആക്കാവാ. എന്നിട്ട് പിന്നെ എന്താ പുതിയതായിട്ട് നോക്കിട്ട് വന്നു എത്തി ഭാഗത്ത് നേണ്ട് ക്രൈക്കോൾ നിൽക്കുന്നത് ഷോൾ കുത്തിയ നേരായിട്ടാണ്. അങ്ങനെ പിന്നെ അടുത്ത് അങ്ങനെയുള്ള ഷോളിൽ കുത്തി നേരം ഞങ്ങൾ പെർക്ക് പോയി. അപ്പൊ അത് മാത്രം എനിക്ക് മനസ്സിലായി. ബായ്, അത് മാത്രം എനിക്ക് മനസ്സിലായി. വേറെ ഒരു തേങ്ങ മനസ്സിലാക്കിയില്ല. പക്ഷെ ഇനി നല്ല വ്യൂസ് എല്ലാം ഉണ്ട്. ഇത് ഇനി എനിക്ക് മനസ്സിലാത്തത് കൊണ്ടാണോ 14,000 വ്യൂസ് എല്ലാം കണ്ടിന്. അവർക്കെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാന്ന് തോന്നുന്നു കേട്ടാ. ഇത് എനിക്ക് ഭാഷ മനസ്സിലാത്തതിന്റെ പ്രശ്നം, അല്ലാണ്ട് എനിക്ക് വേറെ പ്രശ്നം. വീഡിയോ സൂപ്പറാ, തിന്നാൻ പോത്ത പോക്കാ പോകുന്നത്. ബിരിയാണി തിന്നുമ്പോ തന്നെ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഹോട്ടലിലും തൊണ്ടേ കുടുങ്ങിയിട്ട് ചാവും ഇങ്ങനെ പോകുന്നതാണെങ്കിൽ. ക്വാളിറ്റി വീഡിയോക്കകത്ത് അതിന്റെ ക്വാളിറ്റി ഫുള്ള് കാണിച്ചു കൊടുക്കണം. 4 പൊട്ടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എനിക്കെന്താ നിർത്തിക്കൂടായിരുന്നടാ. ചിലപ്പോ ഈ റീൽ ഇങ്ങനെ തന്നെ ചില പൊട്ടാണ്ട പ്ലേറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര റീച്ച് കിട്ടില്ല. പ്ലേറ്റ് ക്വാളിറ്റി ചെക്ക് ചെയ്തോന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചതുകൊണ്ട് ഈ വീഡിയോ 1 മില്യൺ കിട്ടി. ഞാൻ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരാം. നിങ്ങൾ വീഡിയോ ഇനി ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. പണ്ടൊക്കെ വീഡിയോ ഒരു ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മള് ഫസ്റ്റ് SLR വേണം, മറ്റേത് വേണം, ക്വാളിറ്റി വേണം, മൈക്ക് വേണം, തേങ്ങ വേണം, അങ്ങനെ ഒന്നും ഇല്ല. ഇൻപെർഫെക്ഷൻ വീഡിയോ, അതായത് പെർഫെക്ഷൻ ആയിരിക്കരുത്. വീഡിയോക്കകത്ത് എന്തെങ്കിലും എല്ലാം ഉണ്ടായിരിക്കണം. പൊട്ടത്തര അല്ലെങ്കിൽ മിസ്റ്റേക്ക് അല്ല, വീഡിയോക്ക് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ വീഡിയോ വൈറലാവും. അത് ചൂണ്ടിക്കാണിക്കുക ആൾക്കാർ. 2026 നിങ്ങൾ നോക്കിക്കും മോനെ, വേറെ തന്നെയായിരിക്കും. പല സാധനം ഇപ്പം തന്നെ പുരോഗമിക്കും. കണ്ണാപ്പിന്റെ മോൻ
ആ ഒരു ഫ്ലിപ്പ് പഠിക്കാൻ ഏകദേശം ഒരു 1-2 ചിലപ്പോ 3-4 മാസമൊക്കെ ചിലപ്പോ വേണ്ടി വരും. ആ ഒരു പക്ക പെർഫെക്ഷൻ നല്ല ഫ്ലിപ്പൊക്കെ പഠിക്കണമെങ്കിൽ. ചിലത് മറ്റേ ഫ്ലിപ്പൊക്കെ ആകും, പക്ഷെ ചിലത് അടിച്ചു പോകാണ്ട് കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഫ്ലിപ്പൊക്കെ പഠിക്കണമെങ്കിൽ അത്ര സമയമൊക്കെ എടുക്കും. കഷ്ടപ്പെട്ട് ഫ്ലിപ്പും പഠിച്ച് വെമ്പിളറ വെമ്പെന്ന് കണ്ണാപ്പി സ്റ്റൈല് തുള്ളും ചെയ്ത് എന്നിട്ട് മൈൻഡ് ആക്കിയില്ലടാ പാവോ. ഈ നാടൻകടലല്ലേ എന്റെ മോനെ, ഇതല്ലേ ഇവിടെ വല്ലതല്ല ആയിരിക്കണം. എന്റെ ജീവിതം നശി, പിന്നെ വല്ല കടലും തുള്ളിച്ചാവ മാത്രം എനിക്ക് അത്രക്കും നാറും നിന്റെ 2026 മൂഞ്ചി. എന്റെ പെണ്ണിനെ ഞാനൊന്ന് കണ്ടൊരു നേരം ഇതാണ് പറയുന്നത്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ക്യൂട്ട്നെസ് ഇടാൻ പാടില്ല. എല്ലാ ഒരു പോസിന്റെ ഉദ്ദേശം എന്താ? പെമ്പിള്ളേരുടെ 2-3 പോസായത്. ഒന്ന് ഈ സാധനം കാൽ, അത് കഴിഞ്ഞിട്ട് 2 തുള്ളൽ. ഇപ്പുറത്ത് ഇത്ര സ്ഥലം വെച്ചിട്ട് ആ സ്റ്റെപ്പിന്റെ മൂലം പോയിട്ട് തുള്ളിട്ട് തലയടിച്ചു. ക്യൂട്ട്നെസ് നിന്റെ 2026 മൂഞ്ചി. 26-നല്ലേ? കൊല്ലം ഏതായിരുന്നു ശരിക്കും? 26 തന്നെ. നാ വേണോ ഒന്നും വേണ്ട. നാ വേണോ എന്താ ചേച്ചി? ചേച്ചി നാ വേണ്ട ഒന്നും വേണ്ട. എന്നാ വേണ്ട ചോദിക്കുന്നുണ്ട്. എനക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊക്കോ എനിക്കൊന്നും വേണ്ട. ഈ ഒരു വിജയിന്റെ ഈ ഒരു സംഭവമാണ് 2025 ഇപ്പൊ ലാസ്റ്റ്, അങ്ങനെ 2025 ലാസ്റ്റ് ഡിസംബറില് ഇറങ്ങി മീം ഓഫ് ദി ഇയർ. ആ സമയത്ത് ഇതിപ്പോ ഓടുന്നുണ്ടോന്ന് എനിക്കറിയില്ല. എന്തോരം ക്ലിപ്പ് വെച്ചിട്ടാ മോനെ ഈ ഒരു സംഭവത്തിന് ആക്കിയിട്ടുള്ളത്. தம்பி கீழ இறங்கு. தம்பி கீழ இறங்குப்பா, ப்ளீஸ் கீழ இறங்குப்பா. ஓகே, தேங்க் யூ கீழ இறங்குங்க. கீழ இறங்குப்பா. நீ இறங்குனாதான் முத்தம் கொடுப்பேன். ഹലോ ഗൈസ്, എന്റെ സാന്റാനെ കാണുന്നുണ്ടായിരുന്നില്ല, എന്റെ പെരയുടെ പാപ്പനെ കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു സന്തോഷ വാർത്തയുണ്ട്. താടി മുടിയൊക്കെ നരച്ചു പോയി എന്റെ പാപ്പയുടെ. ക്രിസ്മസ് അപ്പൂപ്പന്റെ താടി മുടി ഞാൻ പച്ചക്കളർ അടിക്കാം. എന്നിട്ട് അപ്പൂപ്പന്ന് വിളിക്കുന്നു ഷുഗർ ഡാഡി എന്ന് വിളിച്ചാ പോരെ. ഞാൻ ആകാശത്ത് മറ്റേ മാനിന്റെ വണ്ടിയിൽ ഇങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തു തൂറിപ്പാഞ്ഞതായിരുന്നു. ഭയങ്കര സീരിയസ് ആയിരുന്നല്ലോ. ഈ മാലാഖമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ക്രിസ്മസ് അപ്പൂപ്പൻ മാലാഖമാരുടെ അടുത്ത് നിന്നാണ് ഈ ക്രിസ്മസ് അപ്പൂപ്പൻ വരുന്നത്. എനിക്കറിയാൻ പാടില്ല. എന്തായാലും മാലാഖേന്റെ അടുത്ത് നിന്ന് മലവാണം അങ്ങനൊന്നും പറയാൻ പാടില്ല, ഇതൊക്കെ മോശമാണ്. മാലാഖമാരുടെ അടുത്ത് നിന്നും ഒരു മാലാഖിയും ഒരു മാലാവനും വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ഫീൽഡ് ഔട്ടായി. പെരേര മാത്രം എന്താണ് ഫീൽഡ് ഔട്ട് ആകത്തെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഇപ്പോഴും കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവൻ ഇല്ലാണ്ടായി. എന്തെല്ലാം എന്തെല്ലാം കളിപ്പിക്കുന്നത്. ഇതൊന്നും കുഴപ്പമില്ല, ഇതെല്ലാം എന്നാലും എന്താന്നൊക്കെ ഓക്കെ. പക്ഷെ ഞാൻ വേറെ കുറെ കണ്ടിട്ടുണ്ടാവും. 2026 സ്വാഗതം. എന്നും മൂഞ്ചാനുള്ള അവസരം നിനക്ക് വരും, എനിക്കും വരും, നിങ്ങൾക്കും വരും. സ്വാഗതം. ചില നമ്മളെ റിയലാന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോ പോലും ഇമാതിരി ജെമിനിയും കുമിനിയും ഏയും വെച്ചിട്ട് ഇപ്പൊ പക്ക ഒറിജിനാലിറ്റി ആയി വരുന്നുണ്ട്. 2026 മോനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഞാനാ പറയും 2026 ഇന്റെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. PC പൈസ എല്ലാം കൂടി റാമെല്ലാം ഇപ്പോഴും മായച്ചു വെച്ചു. ഞാൻ നിങ്ങളെ നല്ലതിന് പറയാം, PC ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ റാമെല്ലാം മായച്ചു വെച്ച ഉപയോഗം. റാമിന് ഇപ്പൊ 54,000 റുപ്യ. ഒരു PC ഉണ്ടാക്കേണ്ട പൈസ ഉണ്ട് റാമിന്. ആരടത്? ഏടാ ശരിക്കും സൗണ്ട് ആണോ അവന്റെ? അവിടെ ശരിക്കും ഗോറില്ലാണോ? കഴുത്തിന് 6 പാക്ക് വരുന്ന കളിയാണ് ഇത്. മുപ്പത് 60 70 80 90 100 കിലോ കഴുത്തിനടിക്കുന്നു. ഓ ഗോറില്ല. ഒടിഞ്ഞി കഴുത്തൊടിഞ്ഞി.
അവിടെ ശരിക്ക് ഗൊറില്ലടാ, ഗൊറില്ലേന്റെ ശരിക്ക് സൗണ്ട്. ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട് ജിമ്മില്. ഒരു 10 കിലോ മസിൽ ഉണ്ടാവും, 200 കിലോന്റെ കഴപ്പു. 2026 സ്വാഗതം മോനെ. നിനക്കും ഗൊറില്ലക്ക് ഉണ്ടായ നല്ലവനായ വെയിറ്റെല്ലാം കഴുത്തിനെല്ലാം അടിക്കുന്നതെല്ലാം നല്ലതാ. പെട്ടെന്നുണ്ടായി സ്പൈനെല്ലാം അങ്ങ് വലിഞ്ഞു പോകും, കുണ്ടിയുടെ നരമ്പൊക്കെ വലിഞ്ഞു പോകും ചിലത്. പിന്നെ 2026 മൊത്തം കടക്കെ തൂറിയിട്ട് പമ്പസ് ഇട്ട് ഇരിക്കേണ്ടി വരും. വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്, ഇതെല്ലാം കുറച്ച് സീരിയസ് ആണ്. ഗൊറില്ലന്റെ മോനായതുകൊണ്ട് പ്രശ്നമില്ല, മോനിക്ക് ആ 100 കിലോല്ലോ അപ്പിടുന്ന പോലെയാണ്. കുഴച്ച് ചാടുന്നതിന് 7 വല്ലതാണ് കക്കൂസിലെ ടെയിൽ. മോനെ ഒരു തപ്പൂരിന്റെ ഉണ്ടാ. ഓ തീർന്ന് ഞാനികെ തിന്നുന്ന സാധനമായ ഇതിന്റെ കാര്യത്തിൽ തീരുമാനമായി ഗൈസ്. നിർത്തി, ഈ സാധനം ഞാൻ തിന്നല് നിർത്തി. ഞാൻ ആകെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാ കുറച്ചെങ്കിലും മായ്ക്കാൻ തോന്നുന്ന സാധനമാണ് ഈ സാധനം. ഞാൻ വായിലിട്ട് ബുളു തിന്നുന്ന സാധനമായിരുന്നു. കൂസിന്റെ ടെയിൽസ് എടുത്ത് നിലത്തിട്ട് എന്തൊക്കെ മതി അതും ഇനി മതി. ഇനി ഞാൻ നിർത്തി, ആ സാധനം ഞാൻ നിർത്തി. ഈ വെളുത്ത ആള് ഷോക്ക് അടിച്ചിട്ട് കറക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ മറ്റേ ഇത് പറഞ്ഞു റേസിസ്റ്റായി എന്ന് പറയും എന്റെ അടുത്ത്. ഞാൻ ഇതിന്റെ വീഡിയോയുടെ തിയറിയാന്ന് പറഞ്ഞത്. ഫസ്റ്റ് കുറച്ച് കളർ ഷെയ്ഡ് ആയിട്ടാണ് ഉള്ളത്, ഷോക്ക് അടിച്ചപ്പോഴാണ് വെളുത്തത്. ശരിക്കും ഓപ്പോസിറ്റ് അല്ലേ വരേണ്ടത്. അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഈക്വൽ ടു ഈസിറ്റ് റിയാക്ഷൻ. മറ്റേ റിയാക്ഷന്റെ നല്ലോ തിയറി അല്ലായിരുന്നു, എനിക്ക് അറിയാൻ പാടില്ല. പണ്ടപ്പോ എന്തെല്ലോ പഠിച്ചു. പഠിക്കുന്ന സമയത്ത് മര്യാദക്ക് സ്കൂളിൽ പോയിട്ട് പഠിക്കാണ്ട് ക്ലാസ്സും കട്ടാക്കിയിട്ട് കണ്ട കുഞ്ഞപ്പന്റെ വീടെല്ലാം പോയിട്ട് പപ്സ് തിന്ന എങ്ങനെ ഇരിക്കും. കിടുകാണിക്ക് കൊണ്ട വേദന എനിക്ക് ഇവിടെ അറിയുന്നതാടാ. അത് ഇവിടെ ഫേസ് എക്സ്പ്രഷൻ അതിന് കണക്കായിട്ട് എനിക്ക് ചില വേദനകൾ എനിക്ക് ഇവിടെ നല്ലപോലെ അറിയും. ഒരുമാതിരി മറ്റടുത്ത് അടിയായി പോയി. നിന്റെ 2026 പോയി, 2027 പോയി. വന്നിടാ, ഇതെനിക്ക് വേണ്ടത്. ഞാൻ ആലോചിക്കായിരുന്നു അവസാനം ഇല്ലാന്ന്. ഞാൻ പറഞ്ഞതാ നിങ്ങളുടെ അടുത്ത്, കണ്ണാപ്പിമാർക്ക് അവസാനം ഇല്ലാന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു 2026 ആയിട്ട് പുതിയ കണ്ണാപ്പി റീലൊന്നും കണ്ടിട്ടില്ലല്ലോ. നോക്ക് കഴിഞ്ഞില്ല, ഇവർക്ക് അവസാനം അന്ത്യൊന്നുമില്ല. കണ്ണാപ്പിയുടെ തട്ട് താണെന്നെ ഇരിക്കും. ഇനി എന്ത് ട്രെൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാലും മോനെ കണ്ണാപ്പിയുടെ തട്ട് താണെന്നെ ഇരിക്കും. ഇതേപോലെ മുടിയും പാട്ട് ചരട് കുപ്പി പാൻറ്റും ക്യൂട്ട്നെസ്സും. എന്താ പാട്ടതിന്റെ അപ്പം എല്ലാവർക്കും 2026 സ്വാഗതം. ഈ കൊല്ലം എന്തൊക്കെ നടക്കും, എന്തൊക്കെ നടക്കത്തില്ല, ആരൊക്കെ നടക്കും, ആരൊക്കെ നടക്കാണ്ട് കയ്യും കാലം ഒടിഞ്ഞിരിക്കും, ഒന്നും അറിയാൻ പാടില്ല. എന്തായാലും നിങ്ങൾ മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ വെക്കാൻ ശ്രമിക്കുക. മുന്നോട്ട് വെച്ച കാൽ ബാക്കോട്ടേക്ക് വെക്കണമെങ്കിൽ മുന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കോട്ടേക്ക് ഒരു പ്രാവശ്യം വെച്ചിട്ട് പിന്നെ മുന്നോട്ടേക്ക് വെച്ചോളൂ. പലതരം ടൈപ്പ് ഓഫ് മോട്ടിവേഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും എന്നെ കൊണ്ടൊരു മോട്ടിവേഷൻ തരാൻ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ മോട്ടിവേഷൻ തന്നു നിങ്ങൾ മോട്ടിവേഷൻ ആവാനും പോകുന്നില്ല. പിന്നെ ഞാൻ ഇതിനെ വെറുതെ മോട്ടിവേഷൻ തരുന്നത്. കഴിവില്ലെങ്കിൽ കഴിവില്ലാന്ന് മുഖത്ത് നോക്കി പറയുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്നാണ്. അതുകൊണ്ട് എനിക്കും എനക്കും ഒരു കഴിവുമില്ല. ചിലപ്പോ ചെറിയ സ്കിൽ എന്തെങ്കിലും ഉണ്ടാവും, അത് വെച്ചിട്ട് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ചിലപ്പോ നിങ്ങൾ അങ്ങ് രക്ഷപ്പെടും. പൊന്നെ എഡിറ്ററെ, വീഡിയോ 2026 1-ാം തീയതി അല്ല 2020 ജനുവരി 1-ാം തീയതിയെങ്കിലും എഡിറ്റ് ചെയ്ത് തരണേ. പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ, ആഗ്രഹം കൊണ്ടാ. 2028 ആക്കരുത് ഇത് എഡിറ്റ് ചെയ്ത്. അത്രേ പറയാനുള്ളൂ. ഓക്കെ, ബൈ.